നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. വളരെ സിമ്പിൾ, വളരെ ലാഘവത്തോടെ അത് സാധിച്ചു. കേരള സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി നിയമമായി. ഒരു പഴയ SFIക്കാരിയുടെ ഒറ്റയാൾ എതിർപ്പോടെ. ഒരു കാലത്ത് SFIയുടെയും പിൽക്കാലത്ത് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് അധ്യാപക സംഘടനയുടെയും തീപ്പൊരി നേതാവായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവതരിപ്പിച്ച ബില്ലിന് പഴയ SFIക്കാരിയായ RMD MLA KK രമ മാത്രം എതിർത്ത് വോട്ട് ചെയ്തു. ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടു. ചരിത്രത്തിൻ്റെ വൈചിത്രങ്ങൾ, ചിന്തിയ ചോരത്തുള്ളികൾ, അനുഭവിച്ച ത്യാഗങ്ങൾ, നേരിട്ട മർദ്ദനങ്ങൾ, അതെല്ലാം ബാക്കി പത്രമായി ചരിത്രത്തിൽ അവിടെ അവശേഷിക്കും. പ്രതിപക്ഷത്തിന് വളരെ സന്തോഷമാണ്. കാരണം നടപ്പാക്കുന്നത് അവരുടെ നയമാണ്, അവരുടെ ആഗ്രഹമാണ്. മുമ്പ് അവർ നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിനെതിരെ ആളിപ്പടർന്ന സമരജ്വാലയിൽ അവർ ദഹിച്ചുപോയി. അന്നെതിർത്തവർ ഇന്നതിൻ്റെ നടത്തിപ്പുകാരാവുന്നതിൻ്റെ വിരോധാഭാസം ആസ്വദിക്കുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം, രാഷ്ട്രീയ കേരളവും. നോക്കൂ, ഭരണ പ്രതിപക്ഷങ്ങളുടെ സമരസപ്പെടൽ സാധ്യമാവുന്ന ആ പോയിന്റ് ഏതാണെന്ന് നോക്കൂ. അതാണ് അതിൻ്റെ ബ്യൂട്ടി. പേരിലെങ്കിലും പൊതുസമൂഹത്തിൽ ഇതിനെ എതിർത്തത് കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനാണ്. കോൺഗ്രസ് അനുകൂല സംഘടനയാണിത്. കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലും നൂറുകണക്കിന് ബിരുദാനന്തര സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് സർവകലാശാലകൾ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് KPCTയെ ഒരിക്കൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായിട്ടുണ്ട്. സർക്കാർ സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകൾ വിദ്യാർത്ഥികളെ കിട്ടാതെ വലയുകയാണ് എന്ന് അന്നവർ ഓർമ്മിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി 2024 ഒക്ടോബറിൽ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് കേരള സർവകലാശാലയിലെ നടപ്പ് അക്കാദമിക് വർഷത്തെ 4 വർഷ ഡിഗ്രി കോഴ്സിലുള്ള 35,821 സീറ്റുകളിൽ 13,794 ഒഴിഞ്ഞുകിടക്കുകയാണ്. 40%. MGയിൽ ഇത് 55 വരും. 55,644 30,350. കാലിക്കറ്റിൽ ഏതാണ്ട് 35%, 35% സീറ്റുകൾ ഒഴിവാണ്. കണ്ണൂരിൽ 37. ഇതാണ് അവസ്ഥ. അടുത്തിടെ കൊട്ടും കുരവയുമായി എറണാകുളത്ത് ആരംഭിച്ച ജെയിൻ സാങ്കല്പിക സർവകലാശാല വൻതോതിൽ പരസ്യം കൊടുത്തും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നടത്തിയും പിള്ളേരെ പിടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലത്ര, ഫലിക്കുന്നില്ല. എങ്കിലും പുതിയ നിയമപ്രകാരം സ്വന്തമായ ഒരു സർവകലാശാല തുടങ്ങാൻ പണച്ചാക്കുകളുമായി തൽപര കക്ഷികൾ തട്ടൊടുത്ത് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പ്രധാനമായും ജാതി, മത, സാമ്പത്തിക ശക്തികൾ. വിദ്യാഭ്യാസം അവർക്ക് പൂർണ്ണമായും ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയാണ്, പച്ച കച്ചവടം. വിദ്യാഭ്യാസ മേഖലയുടെ ഉദാരവൽക്കരണം രാജ്യത്ത് നിരവധി സ്വകാര്യ സർവകലാശാലകൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. വൻ കോർപ്പറേറ്റുകൾ തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഏതാനും സർവകലാശാലകൾ അല്ലാതെ മറ്റൊന്നും ഗുണനിലവാരം പുലർത്താത്തവയാണ്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമാവാനിടയില്ല. UGCയും മറ്റും അവിടെ കിടക്കും. അതാണ് അവസ്ഥ. വിദ്യാഭ്യാസ കച്ചവടം പുഷ്കലകാലത്തേക്ക് കടക്കാൻ പോകുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.